ഭൂമിയിലെ വന്യജീവി ലോകത്തെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്നാണ് പാമ്പും കീരിയും തമ്മിലുള്ളത്. പാമ്പുകൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരാറുണ്ട്. കാരണം അവയുടെ മാരകമായ വിഷം ഏതൊരു വലിയ ജീവിയെയും നിമിഷങ്ങൾക്കുള്ളിൽ തളർത്താൻ ശേഷിയുള്ളതാണ്. എന്നാൽ കാട്ടിലെ വമ്പൻ വേട്ടക്കാർ പോലും ഭയക്കുന്ന ഈ വിഷപ്പാമ്പുകളെ ഒട്ടും പേടിയില്ലാതെ നേരിടുന്ന ഒരു കുഞ്ഞൻ ജീവിയാണ് കീരി. മലയാളികൾക്കിടയിൽ പാമ്പും കീരിയും എന്ന പ്രയോഗം വെറുമൊരു ശൈലിയല്ല, മറിച്ച് ശത്രുതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. കീരികൾ പാമ്പുകളെ ജന്മശത്രുക്കളെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ സർവഭക്ഷികളായ ജീവികളാണ്. എലികളെയും പ്രാണികളെയും പഴങ്ങളെയും ഒക്കെ ആഹാരമാക്കുന്ന കീരികൾക്ക് പാമ്പുകൾ ഒരു മികച്ച പോഷകാഹാരം മാത്രമാണ്. ലോകത്താകെ 30-ലധികം തരത്തിലുള്ള കീരികളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഇന്ത്യൻ ഗ്രേ മംഗൂസ് എന്ന വർഗമാണ് പാമ്പുകളെ വേട്ടയാടുന്നതിൽ വലിയ മിടുക്ക് കാണിക്കുന്നത്. ഈ പോരാട്ടത്തിൽ കീരിക്ക് വിജയിക്കാൻ കഴിയുന്നതിന് പിന്നിൽ അത്ഭുതകരമായ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം കീരിയുടെ ശരീരത്തിന് ലഭിച്ചിരിക്കുന്ന പ്രത്യേക രോഗപ്രതിരോധ ശേഷിയാണ്. സാധാരണഗതിയിൽ പാമ്പിന്റെ വിഷം രക്തത്തിൽ കലർന്നാൽ അത് നാഡീവ്യൂഹത്തെ തളർത്തി ജീവനെടുക്കും. എന്നാൽ ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ കീരിയുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ വിഷത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഒരു പൂട്ടിന് കൃത്യമായ താക്കോലിട്ടാൽ മാത്രമേ അത് തുറക്കാൻ കഴിയൂ എന്നതുപോലെ പാമ്പിന്റെ വിഷമാകുന്ന താക്കോലിന് കീരിയുടെ കോശമാകുന്ന പൂട്ട് തുറക്കാൻ കഴിയില്ല. എങ്കിലും വിഷത്തിന്റെ അളവ് പരിധിയിൽ കൂടിയാൽ കീരിയും അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. കീരിയുടെ ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങളും അവയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. പാമ്പ് ആഞ്ഞു കൊത്തുമ്പോൾ വിഷപ്പല്ലുകൾ ചർമ്മത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങാതെ ഈ രോമക്കെട്ടുകൾ സംരക്ഷിക്കാൻ നൽകുന്നു. കീരിയുടെ ഏറ്റവും വലിയ ആയുധം അതിന്റെ മിന്നൽ വേഗതയാണ്. പാമ്പ് കൊത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ കീരിക്ക് സാധിക്കും. പോരാട്ടം തുടങ്ങുമ്പോൾ തന്നെ പാമ്പിനെ നിരന്തരം പ്രകോപിപ്പിച്ച് ക്ഷീണിപ്പിക്കുകയാണ് കീരിയുടെ തന്ത്രം. തലങ്ങും വിലങ്ങും വട്ടം ചാടി പാമ്പിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും എന്നാൽ ഒന്നുപോലും ദേഹത്ത് കൊള്ളിക്കാതെ കീരി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഓരോ തവണ ആഞ്ഞു കൊത്തുമ്പോഴും പാമ്പിന്റെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒടുവിൽ പാമ്പ് ക്ഷീണിച്ച് വേഗത കുറയുന്ന ആ നിർണായക നിമിഷത്തിനായി കീരി കാത്തിരിക്കും. പാമ്പിന്റെ ശ്രദ്ധ ഒന്ന് പാളിയാൽ ഉടൻ തന്നെ അതിന്റെ തല ലക്ഷ്യമാക്കി കീരി കുതിക്കും. കീരിയുടെ ബലമുള്ള താടിയെല്ലുകളും മൂർച്ചയുള്ള പല്ലുകളും ഉപയോഗിച്ച് തലയോട്ടി തകർക്കുന്നതോടെ ആ യുദ്ധം അവിടെ അവസാനിക്കുന്നു. എത്ര വലിയ രാജവെമ്പാലയെ പോലും നേരിടാൻ കീരികൾക്ക് ധൈര്യമുണ്ട്. എന്നാൽ അവയുടെ വലിപ്പവും വിഷത്തിന്റെ അളവും പരിഗണിച്ച് വളരെ സൂക്ഷിച്ചാണ് കീരികൾ അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നത്. നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ കീരികളെ കാണുന്നത് പാമ്പുകളെ അകറ്റാൻ സഹായിക്കുമെങ്കിലും അവയെ അനാവശ്യമായി ഉപദ്രവിക്കരുത്. കാരണം ഇവ പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ വ്യക്തിപരമായ ശത്രുതയൊന്നുമില്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള പ്രകൃതിയുടെ പോരാട്ടം മാത്രമാണിത്. വേട്ടക്കാരനായ കീരിയും അതിജീവനത്തിനായി പോരുതുന്ന പാമ്പും തമ്മിലുള്ള ഈ മല്ലയുദ്ധം പ്രകൃതിയിലെ ഏറ്റവും തീക്ഷണമായ കാഴ്ചകളിൽ ഒന്നായി ഇന്നും തുടരുന്നുണ്ട്. പാമ്പിനേക്കാൾ ശരീരം ചെറുതാണെങ്കിലും ആത്മവിശ്വാസവും വേഗതയും കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ ഏത് വലിയ ശത്രുവിനെയും പരാജയപ്പെടുത്താം എന്ന വലിയ പാഠമാണ് കീരിയുടെ ഓരോ പോരാട്ടവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.